പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. പ്രിയമുള്ള കുട്ടികളെ, ടീച്ചറുടെ പേര് സോഫിയ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടവടയിലെ കെമിസ്ട്രി അധ്യാപികയാണ്. നമുക്ക് രസതന്ത്രം പാഠഭാഗത്തിലെ +1 പരീക്ഷയ്ക്കായുള്ള പാഠഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് തരുന്നതിലേക്കായാണ് ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ടീച്ചർക്കറിയാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. 14 യൂണിറ്റ്സ് ആണ് കെമിസ്ട്രിയിൽ +1 കോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റ് 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ യൂണിറ്റിൽ നമുക്ക് ഊന്നൽ കൊടുക്കേണ്ട മേഖലകൾ അഥവാ ഫോക്കസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസ്, മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്, ലിമിറ്റിംഗ് റിയേജന്റ്. നമുക്കിവ ഓരോന്നും വിശദമായി മനസ്സിലാക്കാം. ലോ വരുന്ന ഭാഗത്തു നിന്നും സാധാരണയായി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്നത് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിറ്റ് പ്രപ്പോർഷനും മൾട്ടിപ്പിൾ പ്രപ്പോർഷനും സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് അറിയാമെന്ന് ടീച്ചർ കരുതുന്നു. നമുക്കെങ്കിലും അതൊന്ന് നോക്കാം. ഡെഫിനിറ്റ് പ്രപ്പോർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന എലമെൻസിൻ്റെ അളവ് ഡെഫിനിറ്റ് ആയിരിക്കും എന്നാണ് ലോ പറയുന്നത്. ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. അതുപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: if two elements can combine to form more than one compound, the masses of one element that combines with a fixed mass of the other element are in the ratio of small whole numbers. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത ഒരു തരം ചോദ്യം ആ ഭാഗത്തു നിന്ന് വരുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാനാവും. ചില സിറ്റുവേഷൻസ് തന്നുകൊണ്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന തരം ചോദ്യങ്ങളും അവിടെ നിന്നും ചോദിക്കാം. ഉദാഹരണത്തിന് കാർബൺ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സിജൻ, ഈ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വ്യത്യസ്ത കോമ്പൗണ്ടുകൾ തന്നുകൊണ്ട് ഇതേത് ലോയാണെന്ന് ഉള്ള തരം ചോദ്യങ്ങളൊക്കെ ആ ഭാഗത്തു നിന്നും ചോദിക്കാം. ഇനി തുടർന്ന് വരുന്ന അടുത്ത ഭാഗം അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസ്. ഈ ഭാഗത്തു നിന്നും സാധാരണയായി അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ഭാഗം മോൾ കൺസെപ്റ്റ് അഥവാ മോളാർ മാസ്. മോൾ കൺസെപ്റ്റും മോളാർ മാസും ആയി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം, അറ്റോമിക് മാസിനെ അല്ലെങ്കിൽ മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ ഏതൊരു സബ്സ്റ്റൻസിലും അവോഗാഡ്രോസ് നമ്പർ, അതായത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് അടങ്ങിയിരിക്കും. ഇത് ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഈ ഭാഗത്തു നിന്ന് സാധാരണയായി ചോദിച്ച് കണ്ടുവരുന്നത്. അതും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ യൂണിറ്റിലെ അവസാനത്തെ ഫോക്കസ് പോയിന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ള ഡെഫിനിഷൻ മനസ്സിലാക്കുക. അതും നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം കൺസ്യൂം ചെയ്തു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് അഥവാ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം ആ റിയാക്റ്റന്റ് തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ തന്നെ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. സോ ഇറ്റ് ലിമിറ്റ്സ് ദ റിയാക്ഷൻ. അതിൻ്റെയും സിറ്റുവേഷൻസ് തരികയും ഇക്വേഷൻസ് തന്നുകൊണ്ട് ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊക്കെ ചോദിക്കുന്ന തരം ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇത്രയും ആണ് നമുക്ക് യൂണിറ്റ് 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിന്നും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് യൂണിറ്റ് 2
സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിലെ ഫോക്കസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂത്തർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതിൽ തന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ദെൻ അറ്റോമിക് സ്പെക്ട്രം, ദാറ്റ് ഈസ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. Bohr model of hydrogen atom, dual behavior of matter, Heisenberg's uncertainty principle, orbitals and quantum numbers, filling of orbitals in atom, stability of completely filled and half-filled subshells. ഇതിൽ റൂത്തർഫോർഡ്സ് ആറ്റം മോഡൽ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് റൂത്തർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കുക. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ അടുത്ത ഒരു ആറ്റം മോഡൽ വരാനായി എന്തൊക്കെയാണ് റൂത്തർഫോർഡ്സിൻ്റെ ആറ്റം മോഡലിന് ഡിഫക്റ്റുകൾ, ഡീമെറിറ്റ്സ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി വരുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് പാർട്ടിക്കിൾ നേച്ചറിൻ്റെ അടുത്ത ഒരു കാര്യമായി നമ്മൾ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി, അവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. അത് വെച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ തന്നെ ആ ഭാഗത്തു നിന്നും ചോദിക്കാവുന്നതാണ്. ഇനി വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അറ്റോമിക് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ വിവിധ തരം ലൈൻസ്, ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഈ സീരീസുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതും അതിൻ്റെ N1, N2 വാല്യൂസ്, പിന്നെ അത് ഏത് റീജിയനിലാണ്, അൾട്രാവയലറ്റ്, UV, ഇൻഫ്രാറെഡ് മുതലായ ഏത് റീജിയൻസിലാണ് ഓരോ ലൈൻസ് വരുന്നതെന്നൊക്കെ ഉള്ളതെന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി അവിടെ റിഡ്ബർഗ്സ് ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസും ആ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ബോർ മോഡലിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത് വരുന്നത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് നേച്ചർ മാറ്ററിനുണ്ടെന്നുള്ള രീതിയിൽ ഒരു മാറ്റർ വേവ് ഇക്വേഷൻ ഡി ബ്രോഗ്ലി സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇക്വേഷനും ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ ആ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. ഇനി വരുന്ന ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും ഓർക്കുക. ദെൻ ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം 4 ക്വാണ്ടം നമ്പേഴ്സാണുള്ളത്. അതിൽ ആദ്യത്തെ 2 ക്വാണ്ടം നമ്പർ മാത്രം അറിഞ്ഞാൽ നമുക്ക് ഓർബിറ്റലുകളെ ഡെസിഗ്നേറ്റ് ചെയ്യാനാവും, റെപ്രസെൻ്റ് ചെയ്യാനാവും. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ n=1, l=0 ഏത് ഓർബിറ്റലാണ്? നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് 1s. കാരണം L വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് അറിയുന്നതും അതുകൊണ്ട് തന്നെ അത് ഏത് ഓർബിറ്റലാണെന്ന് ഡെസിഗ്നേഷൻ ചെയ്യാനും സാധിക്കുന്നത്. അതായത് L വാല്യൂ 0 ആയാൽ S ഓർബിറ്റലായിരിക്കും, L വാല്യൂ 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F ഓർബിറ്റലും ആയിരിക്കും. ഇനി ഇതിൻ്റെയൊക്കെ ഷേപ്പുകളും പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ഓർബിറ്റൽസിന് സ്പേസിൽ എന്ത് ഓറിയന്റേഷൻ ആണെന്ന് പറയുന്നതാണ് അടുത്ത ക്വാണ്ടം നമ്പറായ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതുപോലെ ഈ ക്വാണ്ടം നമ്പേഴ്സിൽ അവസാനമായി പറയുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺസിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, അതായത് 2 ഇലക്ട്രോൺസിൻ്റെ സ്പിൻ വാല്യൂസ്, സ്പിന്നിങ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ S വാല്യൂ വിൽ ബി +½ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് in anti-clockwise spinning direction the spin value is -½ അപ്പോൾ ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോൺസിന് ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആണെങ്കിലും സ്പിൻ വാല്യൂ തീർച്ചയായും ഡിഫറൻ്റ് ആയിരിക്കും. ഇതൊരു പ്രിൻസിപ്പിളുമാണ്. അതിൻ്റെ പേര് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. അതുപോലെ തന്നെ ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആറ്റം,
ആണ് അടുത്ത ഒരു ഫോക്കസ് ഏരിയ. അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രോൺ ഫില്ലിങ്ങിൻ്റെ റൂൾസ്, ഫോർ എക്സാമ്പിൾ ഏറ്റവും ആദ്യം നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ, എനർജിയുടെ ഓർഡറിലാണ്, ഓർബിറ്റൽസിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. അപ്പോൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിക്കുക. അതുപോലെ തന്നെ ഹൺസ് റൂൾ എന്താണെന്നും നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ വരുന്ന ആ യൂണിറ്റിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽസ്. അവിടെ മിക്കവാറും നമ്മൾ എക്സാമിന് ചോദിച്ച് കണ്ടുവരുന്നത് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കാരണമായി നമ്മൾ പറയുന്നത് ഡി ഓർബിറ്റൽസിന് ഹാഫ് ഫിൽഡ്, അതായത് D5 എന്ന അവസ്ഥയിലും ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് D10 എന്ന അവസ്ഥയിലും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഇതിന് കാരണം അതിൻ്റെ സ്ഫെറിക്കൽ സിമിട്രിയും എക്സ്ചേഞ്ച് എനർജിയുടെ വാല്യൂ മാക്സിമം ആകുന്നതും കൊണ്ടാണ്. അപ്പോൾ ആ രണ്ട് എലമെൻസിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d5 എന്ന ക്രോമിയത്തിനും 4s1 3d10 എന്ന കോപ്പറിനും ആയിരിക്കും. അപ്പോൾ അതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് യൂണിറ്റ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെ ഫോക്കസ് ഏരിയാസ് ഇതൊക്കെയാണ്: മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദ പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. പിന്നെ ട്രെൻഡ്സ് ഇൻ കെമിക്കൽ, ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൽ മോഡേൺ പീരിയോഡിക് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായി പഠിക്കുക. അതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എത്ര റോസ് ആണ്, എത്ര പീരീഡ്സ് ആണ്, എന്തുകൊണ്ട് ലോങ് ഫോം എന്ന് പറയുന്നു മുതലായ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തുടർന്ന് വരുന്ന ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസിൽ അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഇതിൽ അയോണിക് റേഡിയസ് ഭാഗത്തു നിന്നും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ കുറിച്ച് ഉള്ള ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കമ്പയർ ചെയ്യാനും റീസൺ എഴുതാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടുവരുന്നു. പിന്നെ വരുന്നത് പീരീഡിലും ഗ്രൂപ്പിലുമായി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എങ്ങനെ വേരി ചെയ്യുന്നുവെന്നും അതിൻ്റെ റീസണും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ക്ലോറിൻ ഹാസ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഗീവ് റീസൺ. ഇത് സാധാരണ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. റീസൺ ഇതാണ്: ആഡിങ് ആൻ ഇലക്ട്രോൺ ടു ദ 3p ഓർബിറ്റൽ ഹാസ് ലെസ് റിപ്പൽഷൻ ഡ്യൂ ടു ലാർജർ സൈസ്. ഇതുപോലെ ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ തരം ചേഞ്ചസ്, അതിൻ്റെ റീസൺസ് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്കതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ സഹായകമാകും. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഈ പാഠഭാഗത്തിലെ ഫോക്കസ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അഥവാ VSEPR തിയറി. ഈ തിയറിയുടെ ഭാഗത്തു നിന്നും പോസ്റ്റുലേറ്റുകൾ നന്നായിട്ട് പഠിക്കുക. അവിടെ ഒരു ബോണ്ട് പെയർ റിപ്പൽഷൻ, ലോൺ പെയർ റിപ്പൽഷൻ ആൻഡ് ലോൺ പെയർ റിപ്പൽഷൻ ആണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ ഓർഡർ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ VSEPR തിയറി മോളിക്യൂൾസിൻ്റെ ജോമെട്രിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും VSEPR തിയറി മോളിക്യൂൾസിന് കൊടുത്തിട്ടുള്ള ഷേപ്സും നന്നായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് വരുന്ന അടുത്ത ഭാഗം വാലൻസ് ബോണ്ട് തിയറിയാണ്. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ഏരിയ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ്. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നോക്കണം, അതുപോലെ എന്തെല്ലാം തരം ഹൈബ്രിഡൈസേഷൻ ആണുള്ളതെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് പ്രധാനമായും sp3, sp2, sp എന്നിവയാണ്. ഇതിൻ്റെ കൊണ്ടുള്ള ഷേപ്പുകൾ, ഇത് ഉണ്ടാക്കുന്ന മോളിക്യൂൾസിൻ്റെ ബോണ്ട് ആംഗിൾസ് ഒക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് യൂണിറ്റ് 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ഈ ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ഒന്ന് നോക്കാം.
ആദ്യമായി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അഥവാ VSEPR തിയറി. അടുത്തത് വാലൻസ് ബോണ്ട് തിയറി. പിന്നെ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, other examples of sp3, sp2 and sp hybridization. തുടർന്ന് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ടിംഗ് ഇൻ സം homonuclear diatomic molecules, hydrogen, helium and oxygen molecule. നമുക്ക് ഓരോന്നായി നോക്കാം. VSEPR തിയറിയുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്നും നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കേണ്ടുന്നത് VSEPR തിയറി ഉപയോഗിച്ചുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പുകൾ, അതുപോലെ തന്നെ VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് വാലൻസ് ബോണ്ട് തിയറി, എങ്ങനെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ഓവർലാപ്പിങ്ങിലൂടെ എന്നുള്ള തരത്തിലാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. ഇനി വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇനി എത്ര തരം ഹൈബ്രിഡൈസേഷൻ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അത് നമുക്കറിയാം, sp3, sp2, sp ആണ് പ്രധാനപ്പെട്ട ഹൈബ്രിഡൈസേഷനുകൾ. ഈ ഓരോ ഹൈബ്രിഡൈസേഷനും നടക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പുകൾ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കും. അവിടുത്തെ ബോണ്ട് ആംഗിളും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി കോമൺ എക്സാമ്പിൾസ് അല്ലാതെ ഈ ഹൈബ്രിഡൈസേഷനുകൾ കാണിക്കുന്ന അതർ എക്സാമ്പിൾസ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ്, ഈതെയിൻ, എത്തീൻ, ഈഥൈൻ പോലുള്ളവരുടെ ഹൈബ്രിഡൈസേഷനുകളും അതുപോലെ ബെറിലിയം കോമ്പൗണ്ട്സിൻ്റെ, ബോറോൺ കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ ഹൈബ്രിഡൈസേഷൻസും ശ്രദ്ധിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു സംഗതി ഓവർലാപ്പിംഗ് ആണ്. ഓർബിറ്റൽസ് ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ ലീനിയറായും ലാറ്ററലായും ഓവർലാപ്പിംഗ് നടക്കുന്നത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബോണ്ട്, ഫോം ചെയ്യുന്ന ബോണ്ട് സിഗ്മ എന്നും പൈ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ SP, PP, SS ഇതൊക്കെ തന്നെ ലീനിയർ ആയിട്ടുള്ള ഓവർലാപ്പ് ആണെങ്കിൽ PP എന്ന് പറയുന്നത് ലീനിയറും ലാറ്ററലും ആയിട്ടുള്ള ഓവർലാപ്പിംഗ് വരാം. അപ്പോൾ സിഗ്മ പൈ ബോണ്ടുകൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തുടർന്ന് വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ ആണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇവിടെ മോളിക്കുലാർ ഓർബിറ്റലുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ LCAO മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലറും ഫോം ചെയ്യുന്ന വിധം നന്നായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ എനർജി ഓർഡർ എഴുതി പഠിക്കുക. ഇതിൽ ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കുക. അതുപോലെ ഇതിൻ്റെ എനർജി ഡയഗ്രാം വരച്ചു പഠിക്കുന്നതും നന്നായിരിക്കും. അതുപോലെ ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്ന ലാസ്റ്റ് ഭാഗത്ത് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ, ഹീലിയം മോളിക്യൂളിൻ്റെയും ഓക്സിജൻ മോളിക്യൂളിൻ്റെയും MO ഡയഗ്രാംസ് മനസ്സിലാക്കുക. അതിൻ്റെ MO ഓർഡർ മനസ്സിലാക്കുക. അതേ തുടർന്നുള്ള ബോണ്ട് ഓർഡറും അതിൻ്റെ സിഗ്നിഫിക്കൻസും മോളിക്യൂൾ സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആ ഭാഗത്ത് മനസ്സിലാക്കുക. ഇത്രയുമാണ് കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന യൂണിറ്റ് 4-ൽ നിന്നും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് യൂണിറ്റ് 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഈ പാഠഭാഗത്തു നിന്നുള്ള ഫോക്കസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോയിൽസ് ലോ, PV റിലേഷൻഷിപ്പ്, ചാൾസ് ലോ, TV ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്, അവോഗാഡ്രോസ് ലോ വോളിയം amount relationship, ideal gas equation, derivation of ideal gas equation and related problems only, kinetic molecular theory of gases, behavior of real gases, deviation from ideal gas behavior. ഇത്രയുമാണ് യൂണിറ്റ് 5-ലെ ഫോക്കസ് ഏരിയ. നമുക്ക് ഓരോന്നായി നോക്കാം. ബോയിൽസ് ലോയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. അല്ലെങ്കിൽ അവിടെ PV is a constant or
P1 V1 ഈക്വൽസ് P2 V2 ആണ്. ഇതിൻ്റെ ഗ്രാഫ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് P1 V1 P2 V2 ഇതിൽ ഒരെണ്ണം അൺനോൺ ആക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തന്നാൽ അത് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇവിടെ നിന്ന് ചോദിക്കാം. അടുത്ത ലോയാണ് ചാൾസ് ലോ. ഇവിടെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പാണ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലുമാണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്, അല്ലെങ്കിൽ വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്, ഓർ V1 by T1 is equal to V2 by T2. ഇവിടെയും 4 ക്വാണ്ടിറ്റീസിൽ ഒരെണ്ണം അൺനോൺ ആക്കി ബാക്കി ഡേറ്റാസ് തന്നുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായി ചോദിക്കാം. അടുത്ത ലോയാണ് അവോഗാഡ്രോസ് ലോ. ഇവിടെ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N, വിച്ച് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്കറിയാം വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഇത് സോൾവ് ചെയ്യാനുള്ള, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായി ചോദിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ഡെറിവേഷൻ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ 3 ലോസും കമ്പൈൻ ചെയ്തുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRTയുടെ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിച്ചുകൊള്ളുക. അതുപോലെ തന്നെ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്, ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സിനനുസരിച്ചാണ് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിനെ നന്നായി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കൈനറ്റിക് മോളിക്കുലാർ തിയറി മനസ്സിലാക്കുക വഴി നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്നും റിയൽ ഗ്യാസ് എന്നും 2 വ്യത്യസ്ത രീതിയിൽ ഗേഷ്യസ് സ്റ്റേറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഐഡിയൽ ഗ്യാസസ് വിച്ച് ഒബേ ഓൾ ഗ്യാസ് ലോസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആണെങ്കിൽ റിയൽ ഗ്യാസസ് ഷോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയറിൽ നിന്നും എന്തുകൊണ്ടാണ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്നുള്ള തരത്തിലെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതിന് റീസൺ ആയിട്ട് പറയുന്നത് കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ 2 പോസ്റ്റുലേറ്റ്സ് ഒരു പ്രത്യേക കണ്ടീഷനിൽ, അതായത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ശരിയാകുന്നില്ല അല്ലെങ്കിൽ റോങ് ആണെന്നുള്ള തരത്തിലേക്കാണ് അതിൻ്റെ റീസൺ വരുന്നത്. ആ പോസ്റ്റുലേറ്റ്സ് ഇവയാണ്: ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്. അതുപോലെ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ഇൻ കമ്പാരിസൺ ടു ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ്. ഈ 2 പോസ്റ്റുലേറ്റും ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ കണ്ടീഷനിൽ റോങ് ആകുന്നതാണ് ഐഡിയൽ ഗ്യാസിന് ഡീവിയേഷൻ സംഭവിക്കാൻ, റിയൽ ഗ്യാസസ് ആകാനുള്ള കാരണമായി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന യൂണിറ്റ് 5 നിന്നും റിവൈസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് യൂണിറ്റ് 6 തെർമോഡൈനാമിക്സ് ഫോക്കസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, ടൈപ്സ് ഓഫ് സിസ്റ്റം, ദ ഇന്റേണൽ എനർജി ആസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതിൽ തന്നെ ദ ജനറൽ കേസ്, അതുപോലെ എൻതാൽപ്പി H, 2 ഭാഗങ്ങൾ കൂടിയുണ്ട് അവിടെ, എ യൂസ്ഫുൾ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ദെൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. തുടർന്ന് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ ആർ എച്ച് ഓഫ് എ റിയാക്ഷൻ ഓർ റിയാക്ഷൻ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, then Hess's law of constant heat summation, its statement and illustration, and the final focus point is spontaneity. ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് ചാപ്റ്റർ 6 നിന്നും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ് ആദ്യത്തേത്. ഇതിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിസ്റ്റംസ് എന്തെല്ലാം തരത്തിലുണ്ട് നമുക്കറിയാം. ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഇന്റേണൽ എനർജി റെപ്രസെൻറ്റഡ് ബൈ യു എന്നാണ്. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക.
അതുപോലെ അവിടെ ഒരു ജനറൽ കേസായിട്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അത് പഠിക്കുക. അതുപോലെ എൻതാൽപ്പി എ യൂസ്ഫുൾ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ, അത് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി, അതൊരു റിലേഷൻഷിപ്പാണ്. അത് ആ ഭാഗത്തു നിന്നുമുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ഏരിയയാണ് അടുത്തത്, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. എക്സാമ്പിൾസ് ഒരു ലിസ്റ്റായി തന്നുകൊണ്ട് എക്സ്റ്റെൻസീവ് എന്നും ഇൻറ്റൻസീവ് എന്നും സോർട്ട് ചെയ്യുന്ന തരം ചോദ്യങ്ങളും ചോദിക്കാം. എക്സ്റ്റെൻസീവ് എന്നാൽ property which depends on the quantity or size of matter present in the system. For example, mass, volume, internal energy, enthalpy and heat capacity. ഇവയൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഇൻറ്റൻസീവ് എന്നാൽ പ്രോപ്പർട്ടി which does not depend on quantity or size of matter present in the system. Temperature, density, pressure, etc. are examples of intensive properties. ഇനി വരുന്ന ആ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റി ആണ്. അവിടെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇസ് an irreversible process and may only be reversed by some external agency. അതുപോലെ തന്നെ സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെടുന്ന രണ്ട് ടേംസ് ആണ് എൻട്രോപ്പി എസ്, വിച്ച് ഈസ് മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം, അതുപോലെ ഗിബ്സ് ഫ്രീ എനർജി. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഒരു റിയാക്ഷൻ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആയി നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നോൺ സ്പോണ്ടേനിയസ് ആകുന്നത് എന്ന് നമുക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂവിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാനുമാകും. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് 6ൽ നിന്നും നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. യൂണിറ്റ് 7 ഇക്വിലിബ്രിയം. ഫോക്കസ് പോയിന്റ്സ്: ലോ ഓഫ് chemical equilibrium and equilibrium constant, Arrhenius concept of acids and bases, Bronsted-Lowry acids and bases, Lewis acids and bases, the ionization constant of water and its ionic product, the pH scale, then ബഫർ സൊല്യൂഷൻസ്, ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ ഒള്ളി. ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് യൂണിറ്റ് 7ൽ നിന്നും റിവൈസ് ചെയ്യേണ്ടുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാമോ? ഫസ്റ്റ് വൺ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഡെറിവേഷനും നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗേഷ്യസ് സിസ്റ്റം വരുമ്പോൾ കെ പി എന്നുള്ളതിൻ്റെ പാർഷ്യൽ പ്രഷർ റേസ് ടു വരുന്ന ആ ഫോമിലെ ഇക്വേഷനും നമുക്ക് നന്നായിട്ട് പഠിക്കണം. തുടർന്ന് വരുന്ന ഭാഗം കൂടുതലായി ചോദ്യം ചോദിച്ച് കണ്ടുവരുന്നതാണ് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. എന്താണ് അറീനിയസ് ആസിഡ്സ് ആൻഡ് ബേസസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ഓർത്തു പറയുമോ? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് that dissociate in water to give H plus ions and bases produce OH minus or hydroxyl ions. അതുപോലെ Bronsted-Lowry concept എന്താണ്? Acids are capable of donating H plus ions and bases are capable of accepting H plus ions. അപ്പോൾ H plus ionsനെ വിട്ടുകൊടുക്കുന്നവർ ആസിഡ്സും H പ്ലസ് അയോൺസിനെ അക്സെപ്റ്റ് സ്വീകരിക്കുന്നവർ ബേസസും എന്നാണ് ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത കൺസെപ്റ്റാണ് ലൂവിസ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇവിടെ ആസിഡ്സ് ആർ കേപ്പബിൾ ഓഫ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ പെയേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ബേസസ് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയേഴ്സ്. ഇതിൽ ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ് വച്ചിട്ട് അവിടെ ഒരു കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്ത ഏരിയയാണ് ദി അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. അത്
വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ വരുന്ന ഭാഗമാണ് KW ഈക്വൽസ് H+ ഇൻറ്റു OH-. ആ ഇക്വേഷന് നന്നായിട്ട് പഠിക്കുക. തുടർന്ന് വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ pH സ്കെയിലാണ്. pH സ്കെയിലിൻ്റെ ഡെഫിനിഷൻ നന്നായി പഠിക്കണം. നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതുപോലെ pH സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് സൊല്യൂഷൻസിനെ ആസിഡ്സ് എന്നും ബേസ് എന്നും ന്യൂട്രൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. ന്യൂട്രൽ ആയി സാധാരണ pH 7 ആണെങ്കിൽ 7-ൽ താഴെ വരുന്ന pH വാല്യൂസ് ഉള്ളവർ ആസിഡ്സ് ആയിരിക്കും. 7 എബോവ് വരുന്നത് ബേസസും ആയിരിക്കും. അങ്ങനെ pH സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഭാഗത്തുനിന്ന് നന്നായിട്ട് പഠിക്കുക. ഇനി ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ ബഫർ സൊല്യൂഷൻസ് ആണ്. അവിടെ ബഫർ സൊല്യൂഷൻസ് എന്താണ് എന്നുള്ള ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളുമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോക്കാം. ബഫർ സൊല്യൂഷൻസ് ആർ സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH ഓൺ dilution or with the addition of small amount of acid or alkali. For example, a mixture of acetic acid and sodium acetate is a buffer. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നും ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റ് 8 റിഡോക്സ് റിയാക്ഷൻസ്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഫോക്കസ് പോയിന്റ്സും കുറവാണ്. പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്സ് ഇതൊക്കെയാണ്: ഓക്സിഡേഷൻ നമ്പർ, ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. അതിൽ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഡെഫിനിഷൻ മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്സിഡേഷൻ നമ്പർ denotes the oxidation state of an element in a compound ascertained according to a set of rules formulated on the basis of that electron pairs in a covalent bond belongs entirely to more electronegative element. അപ്പോൾ ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഒരു സെറ്റ് ഓഫ് റൂൾസിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ റൂൾസ് എല്ലാം തന്നെ ഒന്ന് ഓർത്തിരിക്കുക. അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ, ചില എലമെൻസിനെങ്കിലും കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, റെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ഉണ്ട്. ഉദാഹരണത്തിന് ഓക്സിജൻ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -2, പക്ഷേ ഓക്സിജന് തന്നെ -1, -1/2, +2, +1 എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ റെയറായി ചില കോമ്പൗണ്ടുകളിൽ കാണിക്കാൻ കഴിയും. അതിന് എക്സാമ്പിളാണ് -1 oxidation state in peroxides like sodium peroxide, Na2O2, hydrogen peroxide, etc. അതുപോലെ -1/2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജൻ കാണിക്കുന്നത് സൂപ്പർ ഓക്സൈഡ്സ് ആയ KO2, RbO2 മുതലായവയിലാണ്. ഇനി വിത്ത് ഫ്ലൂറിൻ ഓക്സിജൻ ഫോംസ് OF2 ആൻഡ് O2F2. ഈ കോമ്പൗണ്ടുകളിൽ OF2-ൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെങ്കിൽ O2F2-ൽ ഇറ്റ് ഈസ് +1 ആണ്. അതുപോലെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഒരു പ്രത്യേകതയുണ്ട്. ഹൈഡ്രജൻ കോമൺ ആയി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം +1 ആണ്. എന്നാൽ വിത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൈഡ്രൈഡ്സ് ഇറ്റ് ഷോസ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ കോമൺ ആയി വരുന്ന മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ഹലോജൻസിനാണ്, -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിന്റെ പ്രാധാന്യം വരുന്നത് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. പ്രധാനമായി 4 തരം റിഡോക്സ് റിയാക്ഷൻസ് ആണ് വരുന്നത്: കോമ്പിനേഷൻ റിയാക്ഷൻസ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു പ്രത്യേകതരം റിയാക്ഷൻസ് ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച് കാണിക്കാതെ തന്നെ വരാറുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും
റിഡോക്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താനാവില്ല, ഈവൻ ദോ ദേ ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ റിഡോക്സ് റിയാക്ഷൻസ് ആകാത്തത്? അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പറിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ എന്തെന്ന് പറയാനാകൂ, അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാനാകും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എഴുതി ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ആ തരം റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ. അതുപോലെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസിൽ ഒരു എലിമെന്റിന്റെ തന്നെ ഓക്സിഡേഷൻ നമ്പർ വ്യത്യസ്ത രീതിയിലായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. ഇനി വരുന്ന അടുത്ത ഏരിയ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്. നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻസിനെ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും രണ്ടായി തിരിക്കാം. എന്നിട്ട് അവിടെ ഇലക്ട്രോൺസിനെയും ബാക്കി എലമെന്റ്സിനെയും ഒക്കെ ബാലൻസ് ചെയ്ത ശേഷം, എണ്ണം സെയിം ആക്കിയ ശേഷം ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഫൈനലായി ഇക്വേഷനെ ബാലൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും നന്നായി ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് പഠിക്കുക. യൂണിറ്റ് 9 ഹൈഡ്രജൻ. ഈ ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, ഹൈഡ്രൈഡ്സ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓരോന്നായി നമുക്ക് നോക്കാം. Commercial production of dihydrogen is done by electrolysis of acidified water using platinum electrodes. Equation ഇതാണ്. 2H2O gives 2H2 plus O2. ഇനി വരുന്ന അടുത്ത ഫോക്കസ് ഏരിയ ഹൈഡ്രൈഡ്സ് ആണ്. ഹൈഡ്രൈഡ്സ് പ്രധാനമായി 3 വിഭാഗത്തിലാണ് പെടുന്നത്. അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ്, എക്സാമ്പിൾ LiH, BeH2, MgH2. അതുപോലെ കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്, എക്സാമ്പിൾസ് CH4, NH3, H2O, HF. ഈ കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ തന്നെ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച്. ഇവ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ഓർ നോൺ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ആണ് 3ാമത്തെ വിഭാഗം. മറ്റൊരു പേരുകൂടിയുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. എക്സാമ്പിൾ LaH 2.87, YBH 2.55, VH 0.56 എക്സെട്ര. ഇവയൊക്കെ മെറ്റാലിക് അഥവാ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ഫോക്കസ് ഏരിയ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ ആണ്. പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട്സ് ഇൻ ദ ഫോം ഓഫ് ഹൈഡ്രജൻ കാർബണേറ്റ്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ് ഇൻ വാട്ടർ മേക്സ് വാട്ടർ ഹാർഡ്. അപ്പോൾ വാട്ടറിനെ ഹാർഡാക്കുന്നത് ഈ കോമ്പൗണ്ടുകളുടെ സാന്നിധ്യമാണ്. ഇനി ഇവരുടെ പ്രസൻസ് ഇല്ല എങ്കിൽ അത്തരം വാട്ടറിനെ നമുക്ക് സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കാം. ഇത് തിരിച്ചറിയുന്നത് സോപ്പിന്റെ സാന്നിധ്യത്താലാണ്. സോപ്പ് നന്നായി ലാദർ ഫോർമേഷൻ നടക്കുന്നത് സോഫ്റ്റ് വാട്ടറിലായിരിക്കും. ഹാർഡ് വാട്ടറിൽ ലാദർ ഫോർമേഷൻ കുറവായിരിക്കും. ലാദർ ഫോം ചെയ്യാറില്ലാത്ത തരം ഹാർഡ് വാട്ടറുമുണ്ട്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാവൂ. അതിന്റെ റീസൺ ഇതാണ്. H2O2 decompose slowly on exposure to light. Equation 2H2O2 gives 2H2O plus O2. Presence of metal surfaces or traces of alkali present in glass container, the above reaction is catalyzed. അപ്പോൾ മെറ്റൽ ബോട്ടിലിൽ വെക്കുകയോ അതല്ലെങ്കിൽ ആസിഡിൻ്റെയോ മറ്റോ സാന്നിധ്യമുള്ള ഗ്ലാസ് ബോട്ടിൽ വെക്കുകയോ ചെയ്താൽ ഈ പറഞ്ഞ റിയാക്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റായി നടക്കും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ വേഗത്തിൽ ഡീകമ്പോസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനായി ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. ഇരുട്ടിൽ തന്നെയാണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് സ്റ്റെബിലൈസർ ആയിട്ട് യൂറിയ ക്യാൻ ബി ആഡഡ്. അതുപോലെ ഇറ്റ് ഈസ് കെപ്റ്റ് എവേ ഫ്രം ഡസ്റ്റ്. കാരണം
ഡസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും ഈ റിയാക്ഷൻ എക്സ്പ്ലോസീവായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. യൂണിറ്റ് 10 ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അവിടെ നമ്മൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ തന്നെ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ. അവിടെ അമോണിയേറ്റഡ് ഇലക്ട്രോൺസിന് സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. സൊല്യൂഷൻ ബ്ലൂ കളർ ആകുന്നതിന് കാരണം എന്താണെന്നൊക്കെയുള്ള തരം ചോദ്യങ്ങൾ അവിടെ നിന്നും ചോദിക്കാം. അതുപോലെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ചോദിക്കാറുണ്ട്. ആ പോയിന്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലാക്കുക. അതുപോലെ സോഡിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? സോഡിയം കാർബണേറ്റ്, വാഷിംഗ് സോഡ ദാറ്റ് ഈസ് Na2CO3 10H2O, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബേക്കിംഗ് സോഡ, NaHCO3. ഇവയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് നന്നായി മനസ്സിലാക്കുക. അവിടെ തന്നെ വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ സോൾവേ പ്രോസസ്സാണ്. അതിൻ്റെ സ്റ്റെപ്സും ഇക്വേഷൻസും ഒക്കെ എഴുതി പഠിക്കുക. അടുത്ത ഫോക്കസ് ഏരിയ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം ആണ്. പ്രധാനമായി നമുക്ക് 3 കോമ്പൗണ്ട്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ സ്ലേക്കഡ് ലൈം, പിന്നീട് കാൽഷ്യം കാർബണേറ്റ്. യൂണിറ്റ് 11 ദ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ നമ്മൾ വളരെ കൂടുതലായി പഠിക്കേണ്ടുന്ന ഏരിയാസ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഏരിയാസ് ഡൈബൊറൈൻ, അലോട്രോപ്സ് ഓഫ് കാർബൺ, കാർബൺ മോണോക്സൈഡ്, ദെൻ സിലിക്കോൺസ്. ഇതിൽ ഡൈബൊറൈൻ്റെ പ്രിപ്പറേഷൻ സ്ട്രക്ചർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൈബൊറൈനിൽ പ്ലേനാർ ബോൺസും മറ്റ് ഒരു പ്രത്യേകതരം 3 ആറ്റങ്ങൾ ചേർന്നുകൊണ്ട് ഉള്ള തരം ബോണ്ടും ഉള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ കാർബണിൻ്റെ അലോട്രോപ്സ് നമുക്കറിയാം, പ്രധാനമായും ഡയമണ്ട്, ഗ്രാഫൈറ്റ് കൂടാതെ ഫുള്ളറീൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അലോട്രോപ്സ് കൂടി കാർബണിനുണ്ട്. അതിൽ 60 മുതൽ 70 വരെ കാർബൺ ആറ്റംസ് ആണ് കൂടിച്ചേർന്നിരിക്കുന്നത്. C60 എന്ന് പറയുന്ന ഫുള്ളറീൻ ബക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നറിയപ്പെടുന്നു. അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഡയമണ്ട് ഹാർഡസ്റ്റ് ആവാനും അതിന് മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആകാനുമുള്ള റീസൺ എന്താണെന്നൊക്കെ ഉള്ളതും അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കുക. കാർബൺ നമുക്കറിയാം ടെട്രാവാലൻ്റ് ആണ്. അതിലെ 4 ഇലക്ട്രോൺസും 4 കാർബൺ ആറ്റംസുമായി സ്ട്രോങ് കൊവാലന്റ് ബോണ്ടിങ്ങിലായിരിക്കും ഡയമണ്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ പോലും അവിടെ ഫ്രീ കാണില്ല. സോ ഡയമണ്ട് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതും ഒരു റീസൺ ആണ്. അടുത്ത അലോട്രോപ്പായ ഗ്രാഫൈറ്റിൽ കാർബണിൻ്റെ 3 ഇലക്ട്രോൺസ് മാത്രമാണ് മറ്റ് 3 കാർബൺ ആറ്റവുമായി കൊവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. 4ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഹെക്സഗണൽ ലെയേഴ്സ് ആയിട്ടാണ്. ആ 4ാമത്തെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ സാന്നിധ്യം കൊണ്ട് ഗ്രാഫൈറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആൻഡ് ഓൾസോ ദീസ് ഹെക്സഗണൽ ലെയേഴ്സ് ക്യാൻ സ്ലൈഡ് ഓവർ വൺ അനദർ. സോ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ പെൻസിൽസ്. അപ്പോൾ ഇതൊക്കെ റീസൺസും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്, ശ്രദ്ധിക്കുക. കാർബണിൻ്റെ അടുത്ത ഒരു കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ഇക്വേഷൻ C+O2 gives 2CO. അതുപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ 2 പ്രധാനപ്പെട്ട മിക്സ്ചേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനമാണ് അവർ. CO and H2. This mixture is known as water gas or synthesis gas. അതുപോലെ CO and N2 നൈട്രജനുമായി ചേർന്നുള്ള മിക്സ്ചറിനെ പറയുന്ന പേര് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസിൽ ചിലതും വളരെ പ്രധാനമാണ്. ഇറ്റ്സ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് യൂസ്ഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. പിന്നെ CO ആക്ട്സ് ആസ് എ ഡോണർ ഇൻ കോമ്പൗണ്ട്സ് മെറ്റൽ കാർബോണിൽസ് എന്ന് പറയുന്ന വിഭാഗം കോമ്പൗണ്ട്സിൽ CO ഒരു ഇലക്ട്രോൺ ഡോണറായി ആക്ട് ചെയ്യുന്നു. അതുപോലെ ഇറ്റ്സ് എ ഹൈലി പോയിസണസ് ഗ്യാസ് വിച്ച് ഫോം കോംപ്ലക്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഓൺ ഇൻഹെയിലിംഗ്. നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന ഇടത്ത് കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ചെയ്യുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന അവസ്ഥയിൽ ആവുകയും ചെയ്യും.
ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനേക്കാളും 300 ടൈംസ് സ്റ്റേബിൾ ആണ് താനും. അതുകൊണ്ട് തന്നെ ദിസ് പ്രിവെന്റ്സ് ഹീമോഗ്ലോബിൻ ഇൻ ദ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് ഫ്രം ക്യാരിയിങ് ഓക്സിജൻ റൗണ്ട് ദ ബോഡി, അൾട്ടിമേറ്റ്ലി റിസൾട്ടിങ് ഇൻ ഡെത്ത്. അങ്ങനെ കാർബൺ മോണോക്സൈഡിനൊരു ദോഷ കാര്യം കൂടി ഉള്ളതും ശ്രദ്ധിക്കുക. ഇനി വരുന്ന അവസാനത്തെ കോമ്പൗണ്ടാണ് സിലിക്കോൺസ്. Silicons are having structural factor R2SiO7. ഈ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്താണ് സിലിക്കോൺസിൽ കാണപ്പെടുന്നത്. ഇതിൽ R ഈസ് ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ വരച്ച് പഠിക്കുക. യൂണിറ്റ് 12 ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഫോക്കസ് ഏരിയാസ് നോക്കാം. Nomenclature of organic compounds, isomerism, detection of carbon and hydrogen, detection of other elements, test for nitrogen, carbon and hydrogen. ഇത്രയുമാണ് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന യൂണിറ്റിലെ ഫോക്കസ് പോയിന്റ്സ്. അതിൽ ഏറ്റവും പ്രധാനം ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ IUPAC റൂൾസ് പ്രകാരം ഉള്ളത് പഠിക്കുകയാണ്. അവിടെ നിന്നുമാണ് സാധാരണ നെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം തന്നെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം, അതുപോലെ ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം ഒക്കെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ തന്നെ നോക്കുക. അവിടെ നിന്നുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അവിടെ ലസൈൻസ് ടെസ്റ്റ്, അതിൽ തന്നെ ടെസ്റ്റ് ഫോർ നൈട്രജൻ ശ്രദ്ധിക്കുക. അതുപോലെ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇവരുടെയൊക്കെ ടെസ്റ്റുകൾ വരുന്ന ഭാഗവും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യൂണിറ്റ് 13 ഹൈഡ്രോ കാർബൺസ്. ഫോക്കസ് പോയിന്റ്സ്: പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. From alkyl halides, Wood's reaction. Properties: isomerization, aromatization, conformations, preparation of alkenes from alkyl halides, properties: addition of hydrogen halide, preparation of alkynes, properties: addition of water, cyclic polymerization, preparation of benzene, properties: nitration, Friedel-Crafts alkylation reaction. ഇതിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ തന്നെ വുഡ്സ് റിയാക്ഷൻസ് എഴുതി പഠിക്കുക. പിന്നെ ഐസോമറൈസേഷൻ, അരോമാറ്റൈസേഷൻ എന്നീ ഭാഗങ്ങളും നന്നായിട്ട് നോക്കുക. തുടർന്ന് വരുന്ന കൺഫർമേഷൻ എന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സോഹോഴ്സ് ഫോമുലയും അതിൻ്റെ എക്ലിപ്സ്ഡ് സ്ക്യൂ ഫോംസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസിൽ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് നന്നായി നോക്കുക. പ്രോപ്പർട്ടീസിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ, പിന്നെ പ്രോപ്പർട്ടീസിൽ നൈട്രേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ഇവയൊക്കെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യൂണിറ്റ് 14 ദ ലാസ്റ്റ് ചാപ്റ്റർ എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഫോക്കസ് പോയിന്റ്സ്: tropospheric pollution, global warming and greenhouse effect, then acid rain, water pollution, biochemical oxygen demand, green chemistry in day-to-day life. ഇത്രയുമാണ് അതിൻ്റെ ഫോക്കസ് ഏരിയ. അതിൽ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആരൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ ആസിഡ് റെയിനിന് കാരണമായ വാതകങ്ങൾ ആരൊക്കെ. നമുക്കറിയാം നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡുമാണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് കറസ്പോണ്ടിങ് ആസിഡായി മാറുന്നു. അത് എന്തൊക്കെ ദോഷഫലങ്ങളാണ്
നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിന് ദോഷമുണ്ടാക്കുന്നു, നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് നശിച്ചു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. അടുത്ത് വരുന്ന പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനൊക്കെ പരിഹാരം എന്നോണം നമ്മളെ സഹായിക്കാനായിട്ട് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഗ്രീൻ കെമിസ്ട്രി. അതിൽ സാധാരണയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ, പക്ഷേ ബൈ പ്രോഡക്ട്സ് കുറച്ചുകൊണ്ട് പല ഓർഗാനിക് സിന്തസിസും നടത്തുവാനും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് ഡ്രൈ ക്ലീനിങ് പോലുള്ള സംഗതികളൊക്കെ ചെയ്യാനാണ് ഗ്രീൻ കെമിസ്ട്രി നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ ആ ചാപ്റ്ററിൽ നിന്നും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കെമിസ്ട്രിയുടെ ഈ പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോക്കസ് ഏരിയയിലൂടെ നന്നായി കടന്നു പോവുക. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.